നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭാരതീയരുടെ ആധ്യാത്മിക ധാർമ്മിക ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള മന്ത്രമാണ് ഗായത്രി. വേദങ്ങളാണ് ധർമ്മത്തിനെല്ലാം മൂലമായിരിക്കുന്നത്. വേദോ അഖിലോ ധർമ്മമൂലം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വേദങ്ങൾക്ക് മാതാവാണ് ഗായത്രി എന്നാണ് ആർഷവചനം. ഗായത്രിയാണ് വേദങ്ങൾക്കും സമസ്ത ശാസ്ത്രങ്ങൾക്കും മാതാവായി പറയപ്പെട്ടിരിക്കുന്നത്. ഗായത്രിയിൽ നിന്നാണ് 4 വേദങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത് എന്നാണ് ഗായത്രി സംഹിതയിൽ പറയുന്നത്. ഋഗ്വേദത്തിലും സാമവേദത്തിലും കൃഷ്ണയജുർവേദത്തിലും ശുക്ലയജുർവേദത്തിലും ഗായത്രി മന്ത്രം വരുന്നുണ്ട്. ഗായത്രി ദീക്ഷ ഒരാളിന് വേദാധ്യയനത്തിനുള്ള ഉപക്രമമായി നൽകുന്നുവെന്നതും ഗായത്രിയുടെ മഹത്വം വെളിവാക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഗായത്രി ദീക്ഷ നൽകപ്പെട്ടിരുന്നു. സന്ധ്യാസമയങ്ങളിൽ ഈശ്വരോപാസന അനിവാര്യമായിരുന്ന ഋഷിപ്രോക്ത ജീവിത ശൈലിയിൽ ഗായത്രി മന്ത്രജപവും ഗായത്രി ഉപാസനയുമായിരുന്നു സാധനയുടെ മുഖ്യ ഘടകം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. മൗന വ്യാഖ്യാ പ്രകടിത പര ബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. മൗനവ്യാഖ്യാ പ്രകടിത പര ബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ദക്ഷിണാമൂർത്തി ഒരു കൈയിൽ ചിന്മുദ്രയെ ധരിച്ചവനാണ്. ഉപനിഷത്ത് മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്ന ആത്മബ്രഹ്മൈക്യമാകുന്ന പരമമായ തത്വത്തെ ചിന്മുദ്രയിലൂടെ വെളിപ്പെടുത്തുന്നു. ആത്മാനന്ദത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന ധ്യാന ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം പഠിക്കാനാണ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ചില ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതിൽ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം ഈടേ ദക്ഷിണാമൂർത്തി മീടേ എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിക്കാൻ ആരംഭിച്ചത്. അവിടെ മൗനമാകുന്ന വ്യാഖ്യാനം കൊണ്ട് പരബ്രഹ്മതത്വത്തെ പ്രകടമാക്കിയ വൃദ്ധന്മാരായ ഋഷിമാർ, ബ്രഹ്മതത്വ ജിജ്ഞാസുക്കളായ ഋഷിമാർ, അന്തേവാസികളായി ചുറ്റും ഉള്ള യുവാവായ ഗുരുനാഥനെ, ആരെ? ആചാര്യേന്ദ്രനെ, ആചാര്യന്മാർക്കും ആചാര്യനായ ഗുരുനാഥനെ, ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്നു, ധ്യാനിക്കുന്നു, പൂജിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആ ദക്ഷിണാമൂർത്തിയുടെ ഇരുത്തം? കരകലിത ചിന്മുദ്രമാണ്, ആനന്ദമൂർത്തിയാണ്, ആനന്ദമൂർത്തിയാണ്, ആനന്ദമൂർത്തിമത് ഭാവത്തിൽ, ബ്രഹ്മാനന്ദത്തിൽ വിലയീഭൂതനാണ്. ആനന്ദമൊരു മൂർത്തിഭാവം എടുത്താൽ എന്തോ അതാണ് ആനന്ദമൂർത്തി. ആ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കരകലിത ചിന്മുദ്രം, കൈകൊണ്ട് ചിന്മുദ്രത്തെ കലിതമാക്കിയിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. വേദത്തിൻ്റെ പരമ താത്പര്യമാണ് വേദാന്തം. വേദാന്ത ശബ്ദത്താൽ മുഖ്യമായി ഉപനിഷത്തുക്കൾ അർത്ഥമാക്കുന്നു. അതിൻ്റെ സാരമായി ഭഗവത്ഗീതയുണ്ട്, അതിൻ്റെ വിചാരഗ്രന്ഥമായി ബ്രഹ്മസൂത്രങ്ങളുണ്ട്, അതിൻ്റെ വിസ്തരണങ്ങളായ ആയിരക്കണക്കിന് പ്രകരണങ്ങളും ഇതിഹാസ പുരാണ വാങ്മയത്തിലെ ഭാഗങ്ങളുമുണ്ട്. അതിവിപുലമാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ. ഇത്ര ബൃഹത്തായ വേദാന്തത്തിൻ്റെ വിഷയം എന്താണെന്ന് അന്വേഷിച്ചാൽ നാം നമ്മിൽ കൽപ്പിക്കുന്ന പരിമിതികൾ ഒന്നും പരമാർത്ഥമല്ല. അപരിമിതമായ ആനന്ദസ്വരൂപമാണ് താൻ, അപരിമിതമായ സത്സ്വരൂപമാണ് താൻ, അപരിമിതമായ ജ്ഞാനസ്വരൂപമാണ് താൻ. ഇതാണ് വേദാന്തത്തിൻ്റെ ഉപദേശം. അതായത് ജീവൻ പരിമിതികളുള്ളവനല്ല, ആ പരിമിതികൾ നീക്കിക്കഴിഞ്ഞാൽ തൻ്റെ പരമാർത്ഥ സ്വരൂപം ബ്രഹ്മം തന്നെയാണ്. ഈ ആത്മബ്രഹ്മൈക്യ ഉപദേശമാണ് വേദാന്തം തരുന്നത്. അതിന് നേരത്തെ സൂചിപ്പിച്ച വാങ്മയങ്ങൾ വിസ്തൃതമായി ആത്മബ്രഹ്മൈക്യത്തെ ഉപദേശിക്കും. അക്കൂട്ടത്തിൽ ഏകവാചകത്തിൽ ആത്മബ്രഹ്മൈക്യത്തെ ഉപദേശിക്കുന്ന വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ. ഋഗ്വേദീയമായിട്ട് പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദീയമായിട്ട് അഹം ബ്രഹ്മാസ്മി, സാമവേദീയമായിട്ട് തത്വമസി, അഥർവവേദീയമായിട്ട് അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങൾ പ്രസിദ്ധങ്ങളാണ്. അപ്പം മഹാവാക്യങ്ങളിലൂടെ വേദാന്തത്തിൻ്റെ താത്പര്യം ബോധിപ്പിക്കപ്പെടുകയാണ്. ഇനി പറയട്ടെ, ഈ മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്ന ആത്മബ്രഹ്മൈക്യത്തെ ഒരു മുദ്രയായി കാണിക്കാമെങ്കിൽ അതാണ് ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്രയിൽ സാധാരണഗതിയിൽ നമ്മുടെ കയ്യ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ പെരുവിരൽ വേറിട്ട് നിൽക്കുന്നു, മറ്റ് വിരലുകൾ അതിൽ നിന്ന് അകന്ന് എന്നാൽ ചേർന്ന് നിൽക്കുകയാണ്. ഇതിൽ പെരുവിരൽ പരമാത്മതത്വത്തെ സൂചിപ്പിക്കുന്നു, ചൂണ്ടുവിരൽ ജീവതത്വത്തെ സൂചിപ്പിക്കുന്നു, ഈ 3 വിരലുകളാവട്ടെ ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം ത്രിത്വങ്ങളുണ്ടോ അതിനെ മുഴുവൻ സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ജീവൻ പ്രകൃതിബദ്ധനായിട്ടാണ് കഴിയുന്നത്, അതായത് ത്രിഗുണങ്ങളോട് ചേർന്നിട്ടാണ് കഴിയുന്നത്. സത്വരജസ് തമോ ഗുണങ്ങളോട് ചേർന്ന് അവ പ്രേരിപ്പിക്കും പോലെ പ്രവർത്തിച്ചാണ് ജീവൻ കഴിയുന്നത്. അത്രയും കാലം ഈശ്വരൻ ഭിന്നനാണ്, ബ്രഹ്മം ഭിന്നമാണ്. എന്നാൽ ചിന്മുദ്രയിൽ ചൂണ്ടുവിരൽ വളച്ച്
നമ്മൾ പെരുവിരലിൻ്റെ അഗ്രത്തിൽ ഒന്നായി ചേർക്കുകയാണ്. അവിടെ ചൂണ്ടുവിരലും പെരുവിരലും കൂടി ചേർന്ന് ഒരു വളയമായി തീർന്നു. ഈ വളയത്തെ സംബന്ധിച്ച് ആദിയില്ല, അന്തമില്ല. അപ്പോൾ ആദ്യന്തരഹിതമായൊരു വളയമാണിത്. താത്പര്യം ആത്മബ്രഹ്മൈക്യമാണ്. ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെ. ഈ ഒരു ഏകത്വ ജ്ഞാനത്തിൽ ജീവൻ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തമാവുകയാണ്. ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് അവൻ വേർപെട്ടു. ഇപ്പം ത്രിഗുണങ്ങൾ വേറിട്ടു, ജീവൻ ബ്രഹ്മവുമായി ഏകീഭവിച്ചു. സംസാര വിമുക്തിയാണിത്. ഈ പരമമായ ആത്മബ്രഹ്മൈക്യത്തിലാണ് ത്രിഗുണങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള മുക്തി എന്നുള്ള തത്വത്തെ മുദ്രയായി ഉപദേശിക്കുകയാണ് ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. ഈ ചിന്മുദ്രയാണ് ദക്ഷിണാമൂർത്തി സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ മുദ്രയാണ് ഗീതോപദേശ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമഃ എന്ന് നമ്മൾ സ്തുതിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ചിന്മുദ്രയെ കാണിച്ച് വേദാന്തത്തിൻ്റെ സാരോപദേശം ചെയ്യുന്ന ഗുരുനാഥനെ, ആരെ? സ്വാത്മാരാമം, സ്വാത്മാവിൽ തന്നെ ആരമിക്കുന്നവനെ, തന്നിൽ തന്നെ താനായി ആരമിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അങ്ങനെ തന്നിൽ ആനന്ദമഗ്നനായിരിക്കുന്ന ഭഗവാനെ, ആരെ? മുദിതവദനം. സ്വാത്മാരാമം എന്നുള്ളത് ആന്തരിക ഭാവമാണ്. അത് പുറമേ ഒരാൾക്ക് മനസ്സിലാവില്ല. ഒരാൾ സ്വാത്മാരാമനാണോ അല്ലയോ എങ്ങനെ പുറമേ നിന്ന് മനസ്സിലാവും? പുറമെ ചിലപ്പോൾ അയാൾ ക്രുദ്ധനായി അഭിനയിച്ചെന്ന് വരാം, പുറമെ ചിലപ്പോൾ അയാൾ ഭ്രാന്തനായി അഭിനയിച്ചെന്ന് വരാം, നമുക്ക് പറയാൻ വയ്യ. എന്നാൽ ഇവിടെ ദക്ഷിണാമൂർത്തി ധ്യാനിക്കപ്പെടുന്നത് മുദിതവദനനായിട്ടാണ്. മുദിതമായ, സന്തുഷ്ടമായ, അങ്ങേയറ്റം മോദമുള്ള വദനത്തോടൊത്തവൻ, മുഖത്തോടൊത്തവൻ, അങ്ങേയറ്റം ആനന്ദത്തെ സ്ഫുരിപ്പിക്കുന്ന മുഖത്തോടൊത്തവനെ, അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ ഞാനിതാ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ധ്യാന ശ്ലോകം. തുടർന്ന് നമുക്ക് 2-3 ധ്യാന ശ്ലോകങ്ങൾ കൂടി ശ്രദ്ധിച്ച ശേഷം ദക്ഷിണാമൂർത്തി സ്തോത്ര പഠനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത പ്രാവശ്യം ആവട്ടെ. ഇനി സനാതനധർമ്മം. മനസ്സ് അനുഗ്രഹമാണ്, എന്നാൽ മിക്കപ്പോഴും അത് ശാപവുമാകാറുണ്ട്. ശാപമാകുമ്പോൾ മനസ്സ് ശത്രുവാകുന്നു. നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന മനസ്സ് തന്നെ നാനാ വിഷയങ്ങളിൽ പീഡിപ്പിക്കാറുണ്ട്. ശാപമായ മനസ്സിനെ കീഴടക്കുന്ന വഴികളെക്കുറിച്ചാണ് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യം സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. മനുഷ്യജീവിതത്തിൽ മറ്റ് ജന്തുക്കളുടെ ജീവിതത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റു ജീവികൾ അവരുടെ ജന്മസിദ്ധമായ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് പ്രകൃതി നൽകിയിട്ടുള്ള കുറച്ച് വികാരങ്ങളും കുറച്ച് വാസനകളും പിന്നെ കുറച്ച് ഭൗതികമായ സംതൃപ്തികളുമൊക്കെ ഉള്ളൂ. പക്ഷെ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യൻ്റെ മനസ്സാണ് കൂടുതൽ അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. മനസ്സ് എന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളെ മനുഷ്യനെന്ന് വിളിക്കുന്നത് തന്നെ. മനസ്സുകൊണ്ടാണ് നമ്മൾ മനനം ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യരെന്ന പേര് വന്നത്. പക്ഷേ ഈ മനസ്സ് പലപ്പോഴും നമ്മൾക്ക് ശത്രുവും കൂടി ആകുന്നുണ്ട്. നമ്മളെ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നത് മനസ്സാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നത് മനസ്സാണ്. അതുപോലെ കലകളിലൂടെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇതൊന്നും മറ്റ് ജീവജാലങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സ് നൽകുന്നുണ്ടെങ്കിലും ഈ മനസ്സ് തന്നെ പലപ്പോഴും നമ്മളെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. ആവശ്യമില്ലാത്ത ഉത്കണ്ഠകൾ, ആശങ്കകൾ, വിഷാദം, കോപം, അതിരുകടന്ന ആഗ്രഹം, അത്യാഗ്രഹം, പ്രതികാരവാഞ്ച, ഇങ്ങനെയൊക്കെയുള്ള പല പല ഭാവങ്ങളും വികാരങ്ങളും ഈ മനസ്സ് തന്നെ നമുക്ക് നൽകി നമ്മളെ ശല്യപ്പെടുത്തുന്നതായിട്ട് നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം, ഈ ലോകത്തിലെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ അധികവും മനസ്സുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ശാരീരികമായ പല അസുഖങ്ങൾക്കും കാരണം തന്നെ ഈ മനസ്സിൻ്റെ അനിയന്ത്രിതമായ സഞ്ചാരങ്ങളാണ്.
ഇത് മറ്റു മൃഗങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമില്ല. ഇത് മനുഷ്യർക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ മനുഷ്യർക്ക് മനസ്സെന്നുള്ള അനുഗ്രഹവുമുണ്ട്, മനസ്സെന്നുള്ളൊരു ശാപവുമുണ്ട്. പക്ഷേ ഈ ശാപമായ മനസ്സിനെ നമുക്ക് കീഴടക്കി എപ്പോഴും അനുഗ്രഹം നൽകുന്ന ഒരു മനസ്സാക്കി മാറ്റാൻ സാധിക്കും. അതിന് ശത്രു അല്ലാതാകണം മനസ്സ്. കുമാരനാശാൻ്റെ കവിതയിൽ വളരെ പ്രസിദ്ധമായി പറയുന്നു, ചിത്തമാം വലിയ വൈരി കീഴമർന്ന അത്തൽ തീർന്ന യതി തന്നെ ഭാഗ്യവാൻ. ചിത്തം ഒരു വൈരിയായിട്ട് നിൽക്കാതെ അത് കീഴടങ്ങി നമുക്ക് വരുതിയിൽ നിന്ന് കഴിയുമ്പോൾ അത് നമ്മളുടെ ഭാഗ്യമാണ്. അപ്പോൾ ഇതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് പറയുന്നത്. ആധ്യാത്മിക സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കണം. അതിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിലൂടെ പല നേട്ടങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ടാക്കി അവസാന ആത്മസാക്ഷാത്കാരം വരെ നമുക്ക് എത്താൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ വളരെ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുന്നതാണ് യോഗാഭ്യാസവും യോഗ പരിശീലനങ്ങളുമെല്ലാം. അപ്പോൾ എന്താണ് യോഗാഭ്യാസത്തിൻ്റെ പ്രധാന ഉദ്ദേശം? നമ്മൾ പലരും വിചാരിക്കും ആരോഗ്യമുണ്ടാവുകയാണ്, സൗന്ദര്യമുണ്ടാവുകയാണ്, അങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യോഗാ ദർശനത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമായ യോഗ വാസിഷ്ഠത്തിൽ ഈ യോഗ എന്നത് എന്താണെന്ന് വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് മനഃപ്രശമനോപായോ യോഗ ഇത്യഭിധീയതേ എന്നാണ്. മനസ്സിനെ പ്രശമിപ്പിക്കുവാൻ, ശാന്തമാക്കുവാൻ ഉള്ള ഉപായങ്ങളാണ് യോഗ. ഇപ്പോൾ ഭഗവത്ഗീതയിൽ ധ്യാനയോഗം എന്നൊരു അധ്യായമുണ്ട്. അത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ധ്യാനയോഗം പറഞ്ഞു കൊടുക്കുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൽ ധ്യാനയോഗമൊക്കെ പറഞ്ഞു കൊടുത്തതിനപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്കിതൊന്നും അഭ്യസിക്കാൻ സാധിക്കുകയില്ല ഭഗവാനെ. കാരണം ഇത് അഭ്യസിക്കണമെങ്കിൽ മനസ്സ് നിയന്ത്രണത്തിലാകണം. പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ല. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം എന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, പ്രമാധിയാണ്. പ്രമാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയന്ത്രിതമായി ഓടി നടക്കുന്നതാണ്. ബലവത്, അത് വളരെ ശക്തമാണ്. ദൃഢം, അത് വളരെ വാശിയുള്ളതാണ്, വളരെ പിടിവാശിയുള്ളത്, മെരുങ്ങാത്തതാണ്. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുന്ന പോലെ ബുദ്ധിമുട്ടാണല്ലോ ഭഗവാനെ എന്നാണ് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നത്. ആരാണ് അർജുനൻ? വില്ലാളി വീരനായിരുന്നു, ഏകാഗ്രതയുടെ കാര്യത്തിൽ ഒന്നാമനായിരുന്നു, 2 കൈകൾ കൊണ്ടും അമ്പ ചെയ്യാൻ സാധിക്കുന്ന സവ്യസാചിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കഴിവുകൾ ഉള്ള ഒരു വ്യക്തിക്ക് പോലും തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യം വരുമ്പോൾ, മനസ്സിനെ കീഴടക്കുന്ന കാര്യം വരുമ്പോൾ നിസ്സഹായതയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കുവാനായി ഭഗവാൻ അർജുനോട് പറയുകയാണ്, അതിന് നിരന്തരമായ അഭ്യാസം വേണം. പരിശീലനം കൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അങ്ങനെ പരിശീലനം കൊണ്ട് മനസ്സിനെ പൂർണ്ണമായും കീഴടക്കാൻ സാധിച്ചാൽ ആ മനുഷ്യന് എത്തിച്ചേരാവുന്ന ഔന്നത്യങ്ങൾക്ക് പരിധിയില്ല. നമ്മുടെ അമ്മയുടെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം നമുക്ക് നേരിട്ട് കാണാം. കഠിനമായ തപശ്ചര്യയിലൂടെ മനസ്സിനെ മുഴുവൻ കീഴടക്കിയ മഹാത്മാക്കൾക്ക് എന്ത് സാധിക്കും എന്നാണ് അമ്മയെപ്പോലെയുള്ളവരുടെ ജീവിതം കാണിച്ചു തരുന്നത്. എന്ത് അറിവും നേടിയെടുക്കാൻ ഈ ഏകാഗ്രമായ, നിയന്ത്രിതമായ, കീഴടങ്ങിയ മനസ്സുകൊണ്ട് സാധിക്കും. എന്ത് വെല്ലുവിളികളെയും നേരിടാനും അവയെല്ലാം അതിജീവിക്കുവാനും മനസ്സിന് നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ പരമാനന്ദാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് ഈ മനസ്സിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം സാധിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ ഇതിനുള്ള അഭ്യാസങ്ങൾ ശരീരതലത്തിൽ നിന്ന് ആരംഭിക്കണം. യോഗാസനങ്ങൾ, പ്രാണായാമം എന്നുള്ള അഭ്യാസങ്ങളെല്ലാം ഉത്തമരായ ഗുരുക്കളിൽ നിന്ന് അഭ്യസിച്ച് സാവധാനം അവയുടെ നിലവാരങ്ങളെ, അവയുടെ തലങ്ങളെ ഉയർത്തി കൊണ്ടുവന്ന് അവസാനം മനസ്സിനെ തന്നെ പൂർണ്ണമായും കൈവശപ്പെടുത്തുക, കീഴാക്കുക എന്നുള്ള ആ മനഃപ്രശമനം എന്നുള്ളത് സാധിക്കണം. അപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. ബാഹ്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും വിപരീതമാണെങ്കിൽ പോലും അവയെല്ലാം നേരിട്ട്, അവയെല്ലാം അതിക്രമിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചാൽ എളുപ്പം സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ മനോനിയന്ത്രണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആധ്യാത്മിക സാധനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓം അമൃതേശ്വരി നമഃ. ഇനി ദീപാരാധനയാണ്.
നമ്മുടെ ഈ ശരീരം അനിത്യമാണ്. കഴിവുകളും കർമ്മവൈഭവങ്ങളും ശാശ്വതമല്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ധർമ്മം സമ്പാദിക്കണം. അതിന് ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.